ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി 1.5 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഈ മാവൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത മാവ് മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത ബട്ടറിലോട്ട് 1/3 കപ്പ് പഞ്ചസാരയും 1/3 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മിക്സ്ചർ ഒന്ന് സ്മൂത്ത് ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിന്റെ മോൻ ആൽബി അവൻ ഷുഗർ ബീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. മാവ് മുഴുവൻ ചേർത്തതിന് ശേഷം 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയ കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കിയുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിൽ പാച്ച്മെന്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുക്കി ഡോ ഉരുട്ടിയെടുത്ത് ചെറുതായിട്ടൊന്ന് അമർത്തി ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ചു കൊടുക്കുക. കുക്കികൾ ഓരോന്നും കുറച്ച് സ്പേസ് വിട്ടിട്ട് ബേക്കിംഗ് ട്രേയിൽ നിരത്താൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പോകും. $180°C പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനാണിത്. ഇനി ഇതിന്റെ മിഡിൽ റാക്കിലോട്ട് കുക്കിയുടെ ട്രേ വെച്ചു കൊടുക്കാം. 15 തൊട്ട് 18 മിനിറ്റ് വരെ 180°C ഇത് ബേക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുത്ത് കുക്കി തൊട്ട് നോക്കുകയാണെങ്കിൽ മാവ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാം. പക്ഷെ അത് അതിന്റെ കറക്റ്റ് പരുവമാണ്. കുറച്ചു നേരം ഇരിക്കുമ്പോൾ കുക്കി കറക്റ്റ് സെറ്റ് ആയിട്ട് വരും. അവനിൽ നിന്ന് പുറത്തെടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ കുക്കികളാണിത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. താങ്ക് യു.